സംസ്ഥാനത്ത് നിപ ഭീതി പടരുന്ന സാഹചര്യത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നുവെന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ബാധിതർ വെന്റിലേറ്ററിൽ തുടരുമ്പോഴും മരുന്ന് ലഭ്യമല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ അവകാശവാദത്തിന് കടകവിരുദ്ധമായ നിലപാടാണ് അധികൃതരുടേതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ വിമർശിച്ചു. 24 ആണ് നിപ മരുന്നുകളുടെ അഭാവം പുറത്തുകൊണ്ടുവന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മേഘന, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ഈ കുറിപ്പിന്റെ ഉള്ളടക്കം എന്താണ്? അമൃത, നിപ്പ ബാധ അത് കേരളത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പുതിയ കേസുകളില്ല, പക്ഷെ 10 പേർ കൂടി സമ്പർക്ക പട്ടികയിലാണ്. ആ സമയത്ത് ഈ മരുന്നുകളില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരുന്നത്. മരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അത് ഇപ്പോഴും ആശങ്കയെ തുടരുന്നുവെന്ന് പിണറായി വിജയൻ പറയുന്നു. അത് ആരോഗ്യമന്ത്രി പറയുന്നത് മരുന്ന് ലഭ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ആശുപത്രി അധികൃതർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് എപ്പോൾ ലഭ്യമാകുമെന്നും പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. അത് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഫേസ്ബുക്ക് പോസ്റ്റായി പറയുന്നത്. ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിലും കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പിണറായി വിജയൻ വിമർശിക്കുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.